സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുള്ള സമരം തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് 12 വരെയാണ് പമ്പുകൾ അടച്ചിടുക. കോഴിക്കോട് എലത്തൂരിൽ ഡീലർമാരെ ടാങ്കർ ലോറി ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ സമരം. ശബരിമല മണ്ഡലകാലം പ്രമാണിച്ച് കോന്നി, റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകൾ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി എന്നീ പ്രദേശങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്നും, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും, സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം മിഥിലയിലേക്ക് തന്നെ പോവാം. മിഥില, ഈ പെട്രോൾ പമ്പ് ഉടമകൾ സമരം ചെയ്യുന്നു. 12 മണി വരെയാണ്. നമുക്കറിയാലോ, തീർച്ചയായിട്ടും അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുള്ള ഈ ഒരു സമരം, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറയുന്നത്? ഇന്നിപ്പോൾ രാവിലെ മുതൽ 6 മണി തുടങ്ങിയിരിക്കുന്നല്ലോ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സ്ഥിതി? സ്മിത, ക്രിസ്റ്റീന, ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പെട്രോൾ പമ്പിൽ തന്നെയാണ്. നിരവധി പേരാണ് ഈ സമരം ഉള്ളത് അറിയാതെ ഇങ്ങോട്ട് എത്തി തിരിച്ചു പോകുന്നത്. ഉച്ചവരെയാണ് ഈ ഒരു സമരമുള്ളത്. കോഴിക്കോട്ട് തന്നെയാണ് ഈ ഒരു സമരത്തിന് കാരണമായ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പെട്രോൾ ഡീലേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്തരത്തിലൊരു സമരം. ഈ പ്ലാന്റുകളിൽ നിന്ന് പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്ക് ചായ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇത് 300 രൂപയാണ്. ഈ ചായ പൈസ ഇവരുടെ എമൗണ്ട് കൂട്ടണം എന്നായിരുന്നു ഈ ഡ്രൈവർമാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു എലത്തൂരിൽ. ആ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു മർദ്ദനം ഡീലേഴ്സിന് ഉണ്ടായത് എന്ന ഒരു ആരോപണമുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ സമരം. ആദ്യം ഇന്നലെ ശനിയാഴ്ചയായിരുന്നു ചെറിയ രീതിയിൽ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചുകൊണ്ടുള്ള ഒരു സമരം. ഈ ചർച്ച നടന്നു. ഈ ചർച്ചയിലൊന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല. പിന്നീടാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു സമരത്തിലേക്ക് ഇന്ന് പോയത്. എന്തുതന്നെയായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യം ഉറപ്പാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയ ആ ഒരു സമയത്ത് തന്നെ 6 മണിക്ക് ശേഷവും ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് നിന്നും കാണാൻ കഴിയുന്നത്. സ്മിത, ക്രിസ്റ്റീന. ശരി, ഇനി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ കൂടി ചേരുകയാണ്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം കൂടിയാണ്. നമുക്കറിയാം എത്രത്തോളം വാഹനങ്ങളാണ് ഓരോ ദിവസവും കൊച്ചിയിലൂടെ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു സമരം വരുന്നത് അത് കൊച്ചിയെ വളരെയധികം ബാധിക്കും. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിലവിൽ പല പെട്രോൾ പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളിഞ്ചോടിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പാണ്. സമരം ഏതായാലും ഇവിടെ ബാധിച്ചിട്ടില്ല. രാവിലെ CNG നിറയ്ക്കാനായിട്ടുള്ള വാഹനങ്ങൾ വരുന്നു, പെട്രോൾ നിറയ്ക്കാനുള്ള വാഹനങ്ങൾ വരുന്നു. അതെല്ലാം വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. കൊച്ചി നഗരത്തിൽ പല പമ്പുകളും തുറന്നു തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ കൊച്ചി കേരളത്തിൻ്റെ ഒരു വ്യാവസായിക വാണിജ്യ തലസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടന്നാൽ അത് പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കും. രാവിലെ തന്നെ വലിയ തിരക്ക് റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ പല പമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ കമ്പനി പമ്പുകൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അതിന് പുറമെ KSRTCയുടെ യാത്രാ ഫ്യൂവൽസും സിവിൽ സപ്ലൈസിൻ്റെ പമ്പുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും കൊച്ചി നഗരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് കൊച്ചി നഗരത്തിലുള്ളത്. പക്ഷേ എറണാകുളം ജില്ല മൊത്തമായി എടുത്താൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പമ്പുകൾ കൂടുതലും അടഞ്ഞു കിടക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും നഗരത്തിൽ, കൊച്ചി നഗരത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുമില്ല. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ എന്താണ്? രാവിലെ മുതൽ ഇപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം പമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. CNG പമ്പുകളിൽ അത് ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഏതായാലും ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് ആ ഭാഗങ്ങളിൽ, റാന്നി, കോന്നി, കോഴഞ്ചേരി, ആ ഭാഗങ്ങളിലൊന്നും ഈ സമരമില്ല. സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള ഭാരത് പെട്രോളിയം പമ്പിലാണ്. രാവിലെ 6 മണിക്ക് തുറക്കേണ്ട പമ്പാണിത്. ഈ പമ്പ് ഇതുവരെയും തുറന്നിട്ടില്ല. ഇത് ഇന്ന് ഈ 6 മണിക്കൂർ, അതായത് 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നഗരത്തിലെ മറ്റു പമ്പുകൾ നോക്കുമ്പോൾ പകുതിയിലധികം പമ്പുകളും രാവിലെ തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ചില പമ്പുകൾ തുറന്നിട്ടുമുണ്ട്. താനും പ്രത്യേകിച്ചും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പമ്പുകൾ, ഇന്നലെ രാത്രിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പമ്പുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പമ്പൊക്കെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
മാത്രമല്ല നഗരത്തിൽ പതിവ് പോലെ തന്നെ തിരക്കുണ്ട്. ആ തിരക്കിന് ഒരു കുറവുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഗതാഗത വകുപ്പിൽ നിന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. KSRTCയുടെ എല്ലാ പമ്പുകളും യാത്രാ ഫ്യൂവൽസ് എല്ലാം തുറന്ന് പ്രവർത്തിക്കും എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് അത്തരത്തിലുള്ള പമ്പുകളെല്ലാം തന്നെ തുറന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ ഈ പമ്പ് അടച്ചിടുന്ന വിഷയം അത് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. അപ്പോഴും കോഴിക്കോട് ഉള്ള അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം അത് സംസ്ഥാനത്തെ ആകെ ജനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സ്മിത ക്രിസ്റ്റീന.